പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ 27ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാഗാർജുനോ ഭരദ്വാജ ആര്യഭട്ടോ ബസുർബുധഃ ധ്യേയോ വെങ്കടരാമശ്ച വിജ്ഞാരാമാനുജാദയഃ. ഇന്ന് നാം ചിന്തിക്കുന്ന മഹാത്മാവ് വെങ്കട്ടരാമൻ. ശാസ്ത്രം, സംഗീതം, സംസ്കാരം എന്നിവയുടെ അന്തരീക്ഷം മുറ്റി നിൽക്കുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു ചന്ദ്രശേഖര അയ്യർ പാർവതി അമ്മാളിൻ്റെ മകനായിട്ട് 1888 വെങ്കട്ടരാമൻ ജനിച്ചു. പഠിക്കാൻ അതീവ മിടുക്കനായിരുന്നു. തൻ്റെ 14ാമത്തെ വയസ്സിൽ പ്രസിഡൻസി കോളേജിൽ BA സയൻസിന് ചേർന്നു. പ്രൊഫസർ ഇലിയട്ട് ക്ലാസ്സിൽ ഇത്ര ചെറിയ കുട്ടിയെ കണ്ടപ്പോൾ വഴിതെറ്റി വന്നതാണെന്ന് സംശയിച്ചു. എന്നാൽ രാമൻ BA പാസ്സായത് അതേവരെ ആ കോളേജിൽ ആരും നേടാത്ത അത്ര മാർക്ക് നേടിയാണ്. പഠിക്കുന്ന കാലത്ത് ശബ്ദത്തെ പറ്റിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണം. രാമൻ്റെ ലേഖനങ്ങൾ ഫിലോസഫിക്കൽ, നാച്ചുറൽ പോലുള്ള ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളിൽ വരികയും അന്താരാഷ്ട്ര പ്രസിദ്ധി നേടുകയും ചെയ്തു. 1907 അദ്ദേഹം MA പാസ്സായി. സംസ്ഥാനത്ത് 1ാം റാങ്കോടുകൂടിയാണ് അദ്ദേഹം ജയിച്ചത്. അതേ വർഷം തന്നെ അക്കൗണ്ട് ഓഫീസർ പരീക്ഷയും 1ാം റാങ്ക് നേടി പാസ്സായി. ജോലി സുരക്ഷ കണക്കാക്കി രാമൻ അക്കൗണ്ട് ഓഫീസറായി. 1907 മെയ് 6 അദ്ദേഹത്തിൻ്റെ വിവാഹം ലോകസുന്ദരി അമ്പാളുമായി നടന്നു. അവർക്ക് 2 പുത്രന്മാരുണ്ടായി. ഇളയ മകൻ രാധാകൃഷ്ണൻ വെങ്കട്ടരാമൻ്റെ പിൻഗാമിയായി. അക്കൗണ്ട് ഓഫീസറായി കൽക്കത്തയിലാണ് നിയമനം കിട്ടിയത്. വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഡോക്ടർ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്ന പരീക്ഷണശാല അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ ഡോക്ടർ സർക്കാരിനോട് അവിടെ ഗവേഷണം നടത്തുവാൻ അനുമതി തേടി. CV രാമനെപ്പോലെയുള്ള ഒരു പ്രതിഭയ്ക്ക് അന്ന് കൽക്കട്ട സർവകലാശാല ഉപകുലപതിയായിരുന്ന സർ അശുതോഷ് മുഖർജിയുടെ ശ്രദ്ധയിൽ നിന്നും എങ്ങനെ ഒഴിവാക്കാനാവും? മുഖർജി അദ്ദേഹത്തെ ശാസ്ത്ര ഗവേഷണത്തിൽ കേന്ദ്രീകരിക്കുവാനും നല്ല ശമ്പളമുണ്ടായിരുന്ന സർക്കാർ ജോലി രാജിവെക്കാനും നിർബന്ധിച്ചു. പിന്നീട് രാഷ്ട്രീയ നേതാവും ഭാരതത്തിൻ്റെ ആദ്യ ധനകാര്യമന്ത്രിയും ജനസംഘ സ്ഥാപകനുമായ ശ്യാമപ്രസാദ് മുഖർജിയുടെ പിതാവായിരുന്നു സർ അശുതോഷ് മുഖർജി. നിർബന്ധത്തിനും തൻ്റെ അഭിരുചിക്കും വഴങ്ങി ഭാരതത്തിൻ്റെയും ലോകത്തിൻ്റെയും ഭാഗ്യത്തിന് CV രാമൻ എന്ന വെങ്കട്ടരാമൻ പാലിറ്റ് പ്രൊഫസറായി കൽക്കത്ത സർവകലാശാലയിൽ ചേർന്നു. അതിൻ്റെ ആദ്യപടിയായി 1921 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ എല്ലാ സർവകലാശാലയുടെയും യോഗത്തിലേക്ക് അദ്ദേഹം കൽക്കത്ത സർവകലാശാലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ സമുദ്രജലത്തിൻ്റെ നീലനിറം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. ഇതിനെന്താണ് കാരണം എന്ന ചിന്തയിലായിരുന്നു അദ്ദേഹം യാത്രയിൽ മുഴുവൻ മുഴുകിയത്. സമുദ്രജലത്തിലൂടെ കടന്നു പോകുന്ന സൂര്യപ്രകാശത്തിൻ്റെ ചിതറലാണ് ഇതൊരു കാരണമെന്ന് അദ്ദേഹം പിന്നീട് കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടാക്കിയ പഠനമായിരുന്നു ഇത്. മറ്റെല്ലാ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ച് പ്രകാശത്തിൻ്റെ ചിതറൽ പഠിക്കാൻ ഇത് അദ്ദേഹത്തിന് പ്രേരണയായി. ലണ്ടനിലെ സമ്മേളനത്തിൽ ലോകപ്രസിദ്ധരായിരുന്ന പല ശാസ്ത്രജ്ഞന്മാരുടെയും മുന്നിൽ വെച്ച് അദ്ദേഹം തൻ്റെ സിദ്ധാന്തം അവതരിപ്പിച്ചു. വെളുത്തവരുടെ കുത്തകയായിരുന്ന ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഒരു തൊലി കറുത്തയാളുടെ പ്രവേശനം കൂടിയായിരുന്നു ഈ സമ്മേളനം. സ്വദേശി ഭാവ തീവ്രമായിരുന്നു CV രാമൻ ഈ സമ്മേളനത്തിൽ തലപ്പാവ് ധരിച്ചുകൊണ്ട് പങ്കെടുത്തു. സസ്യാഹാരം മാത്രം കഴിക്കുകയും ചെയ്തു. സർവകലാശാലയിൽ വെങ്കട്ടരാമൻ ഗവേഷണത്തോടൊപ്പം അധ്യാപനവും ഏറ്റെടുത്തു. വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന അധ്യാപകനായി മാറി. ഗവേഷണത്തിലും പഠനത്തിലും വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യാത്ത രീതിയിലാണ് അദ്ദേഹം പഠിപ്പിച്ചതും മാർഗദർശനം നൽകിയതും. ഒരു നിമിഷം പോലും വെറുതെ കളയാതെ അദ്ദേഹത്തിൻ്റെ ദിനചര്യ വളരെ കർശനമായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റുള്ള നടത്തം, നേരത്തെ തയ്യാറായി പരീക്ഷണശാലയിലെത്തി 9:30 വരെ ഗവേഷണം, പിന്നെ അധ്യാപനം, ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഗവേഷണം,
രാത്രി പലപ്പോഴും പരീക്ഷണശാലയിൽ തന്നെ തലചായ്ച്ചുറങ്ങും. ഊണിലും ഉറക്കത്തിലും ശ്രദ്ധിക്കാത്ത ഗവേഷണ സപര്യ. നിരവധി വിദ്യാർത്ഥി ഗവേഷകർ തങ്ങളുടെ ഗുരുവിനെ അനുസരിച്ചു. ഒരു പുതിയ ശാസ്ത്ര ഗവേഷണ സംസ്കാരം ഉടലെടുക്കുകയായിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് കൾച്ചർ ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു പ്രസിദ്ധീകരണം അദ്ദേഹം തുടങ്ങുകയും ചെയ്തു. ഓരോ ദിവസവും ഗവേഷണ പ്രബന്ധങ്ങൾ പോസ്റ്റ് ചെയ്ത ശേഷം, പലപ്പോഴും അർദ്ധരാത്രിക്ക് ശേഷം, വിദ്യാർത്ഥികളുടെ കൂടെ അത് ആഘോഷമാക്കുവാനും രസഗുള കഴിച്ച് അദ്ദേഹം അതിനെ ഉത്സവ അന്തരീക്ഷത്തിലേക്ക് മാറ്റി. ഗവേഷണത്തിന് വിദേശത്ത് പോവില്ല എന്ന ദൃഢനിശ്ചയത്തിലായിരുന്നു അദ്ദേഹം. പലപ്പോഴും ഉപകരണങ്ങൾ അദ്ദേഹത്തിന് സ്വയം നിർമ്മിക്കേണ്ടി വന്നു. 1924 കാനഡയിൽ നടന്ന പ്രകാശത്തിൻ്റെ ചിതറലിനെ പറ്റിയുള്ള സെമിനാറിൽ വെങ്കട്ടരാമൻ അധ്യക്ഷപദം അലങ്കരിച്ചു. ഉദ്ഘാടനം നടത്തി 1925 റഷ്യൻ സയൻസ് അക്കാദമിയിൽ ചില്ല്, പ്രിസം, വെള്ളം എന്നിവയിലൂടെ കടന്നുപോകുന്ന പ്രകാശത്തിൻ്റെ ചിതറൽ പഠിച്ചു. ഇക്കാലത്ത് അദ്ദേഹം ഇന്ത്യൻ ജേർണൽ ഓഫ് ഫിസിക്സ് ആരംഭിച്ചു. ഉറച്ച ആത്മവിശ്വാസമുണ്ടായിരുന്ന അദ്ദേഹം തൻ്റെ ശിഷ്യരിലും അത് വളർത്തിയെടുത്തു. ശബ്ദത്തെ പറ്റിയുള്ള ഗവേഷണ ഫലങ്ങൾ അദ്ദേഹത്തെ നേരത്തെ തന്നെ വിശ്വവിഖ്യാതനാക്കിയിരുന്നു. 1921 സമ്മേളനത്തിനിടയിലും ഹാളിലെ പ്രതിധ്വനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. പ്രകാശം ഒരു സുതാര്യ മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന പരിണാമങ്ങളെ പറ്റിയുള്ള പഠനം അക്ഷീണം അദ്ദേഹം തുടർന്നു വന്നു. 1928 ഫെബ്രുവരി 28 അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹ ഗവേഷകരും വിദ്യാർത്ഥികളുമായിരുന്ന KS കൃഷ്ണൻ, വെങ്കടേശ്വരൻ എന്നിവരും ചേർന്ന് ഒരു പ്രതിഭാസം കണ്ടുപിടിച്ചു. സുതാര്യ മാധ്യമത്തിൽ വീഴുന്ന പ്രകാശകിരണത്തിൻ്റെ ആവൃത്തിയേക്കാൾ വ്യത്യസ്തമായ ആവൃത്തിയിലുള്ള ഒരു ചെറിയ ഭാഗം കണങ്ങൾ പുറത്തു വരുന്ന പ്രകാശത്തിലുണ്ട് എന്നതായിരുന്നു അത്. ഈ വ്യതിയാനം ഓരോ പദാർത്ഥത്തിൻ്റെയും തനത് സ്വഭാവമാണെന്നും നിരീക്ഷിക്കപ്പെട്ടു. സുതാര്യ മാധ്യമത്തിൽ പ്രവേശിക്കുന്നതും നിർഗമിക്കുന്നതുമായ പ്രകാശത്തിൻ്റെ ആവൃത്തി സ്പെക്ട്രോസ്കോപ്പിൽ പഠിച്ചായിരുന്നു ഈ നിഗമനത്തിലെത്തിയത്. സമുദ്രജലത്തിൻ്റെ നിറത്തിൽ നിന്ന് ആരംഭിച്ച പ്രകൃതിയിലെ ഈ സാധാരണ പ്രതിഭാസത്തിന് അന്നാണ് ശാസ്ത്രീയമായ ഒരു വിവരണമുണ്ടായത്. ബംഗളൂരുവിൽ നടന്ന സൗത്ത് ഇന്ത്യൻ സയൻസ് അസോസിയേഷൻ യോഗത്തിൽ വെങ്കട്ടരാമൻ തൻ്റെ പുതിയ കണ്ടുപിടുത്തം പ്രഖ്യാപിച്ചു. വെറും 300 രൂപ മാത്രം വില വരുന്ന ഉപകരണങ്ങളുമായി നടത്തിയ ഈ കണ്ടുപിടുത്തം വളരെ പെട്ടെന്ന് തന്നെ ലോകത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. ഈ പ്രതിഭാസത്തെ ലോകം രാമൻ ഇഫക്റ്റ് എന്ന് വിളിച്ചു. വളരെ മുമ്പ് തന്നെ ആവിഷ്കരിച്ച പ്രകാശത്തിൻ്റെ കണസിദ്ധാന്തം, അതായത് ക്വാണ്ടം തിയറി, അതുവരെ വെറും താത്വികമായി മാത്രമേ തെളിയിക്കപ്പെട്ടിരുന്നുള്ളൂ. പ്രകാശകിരണങ്ങൾ ഒരു പദാർത്ഥത്തിലൂടെ ഊർജാവസ്ഥയിൽ മാത്രം കടന്നുപോയാൽ രാമൻ ഇഫക്റ്റ് സാധ്യമാവില്ല. അതിലെ ചില കണങ്ങൾ മാധ്യമത്തിൻ്റെ കണങ്ങളുമായി തട്ടിയാൽ മാത്രമേ ആവൃത്തിക്ക് വ്യത്യാസം വരൂ. അതായത് വൈദ്യുത കാന്തിക തരംഗങ്ങളായി മാത്രമല്ല, കണസ്വഭാവത്തോടും കൂടിയാണ് പ്രകാശം സഞ്ചരിക്കുന്നത് എന്നർത്ഥം. 1932 പ്രകാശകണങ്ങളായ ഫോട്ടോൺ കണ്ടുപിടിച്ചു. 1960 ഈ സിദ്ധാന്തം ഉപയോഗിച്ച് ലേസർ രശ്മികൾ കണ്ടുപിടിച്ചു. എക്സ്റേക്ക് കാരണമായത് ഈ സിദ്ധാന്തമാണ്. ഇനിയും അനന്ത സാധ്യതകളാണ് രാമൻ ഇഫക്റ്റിന്റെ കണ്ടുപിടുത്തം. ശാസ്ത്രലോകത്തിനു മുന്നിൽ തുറന്നിട്ടത് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന ശാസ്ത്രം തന്നെ ഇതിലൂടെ പിറവിയെടുത്തു. നിരവധി അംഗീകാരങ്ങൾ വളരെ വേഗം അദ്ദേഹത്തെ തേടിയെത്തി. 1928 റോ അക്കാദമിയുടെ മോഡേസി പതക്കം അദ്ദേഹത്തിന് നൽകപ്പെട്ടു. 1928 ബ്രിട്ടീഷ് സർക്കാർ സർ പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1930 ലണ്ടൻ റോയൽ സൊസൈറ്റി അദ്ദേഹത്തെ അംഗമാക്കി. ഹ്യൂഡ് മെഡൽ നൽകി. നിരവധി സർവകലാശാലകൾ സർ CV രാമന് ഡോക്ടറേറ്റ് നൽകി. 1928 29 നോബൽ സമ്മാനം അദ്ദേഹത്തിന് കിട്ടുമെന്ന് ഊഹാപോഹങ്ങൾ ഉണ്ടായി.
30 അദ്ദേഹത്തിന് സമ്മാനം കിട്ടുമെന്ന് പലരും ഉറപ്പു നൽകിയപ്പോൾ ജൂണിൽ അദ്ദേഹം ടിക്കറ്റ് റിസർവ് ചെയ്ത് സെപ്റ്റംബറിൽ നടക്കുന്ന പ്രഖ്യാപനത്തിന് കാത്തിരുന്നു. എന്നാൽ ഒരു സൂചനയും വന്നില്ല. വൈകാതെ 1930 ശാസ്ത്ര നോബൽ സമ്മാനം അദ്ദേഹത്തിന് പ്രഖ്യാപിക്കപ്പെട്ടു. വെള്ളക്കാരനല്ലാത്ത ആദ്യത്തെ ശാസ്ത്ര നോബൽ വിജേതാവായിരുന്നു അദ്ദേഹം. 1913 ടാഗോറിന് ഈ സമ്മാനം ലഭിച്ചത് സാഹിത്യത്തിനായിരുന്നു. നോബൽ സമ്മാന സമ്മേളനത്തിൽ ആൽക്കഹോളിന്മേൽ പ്രകാശീകരണം പതിച്ചാലുണ്ടാവുന്ന രാമൻ ഇഫക്റ്റാണ് അദ്ദേഹം പ്രസംഗ വിഷയമാക്കിയത്. തുടർന്ന് നടന്ന വിരുന്നിൽ രാമൻ സസ്യബുക്കും മദ്യവിരുദ്ധനുമാണെന്ന് കണ്ട് ശാസ്ത്രജ്ഞന്മാർ മദ്യത്തിന്മേൽ രാമൻ ഇഫക്റ്റ് മനസ്സിലാക്കി. എന്നാൽ രാമന്റെ മേൽ ആൽക്കഹോൾ ഇഫക്റ്റ് മദ്യലഹരി കാണുവാൻ അവർക്കായില്ല എന്നത് രസകരമായ അവരുടെ ഒരു നിരാശയായിരുന്നു. 1933 കൊൽക്കത്ത സർവകലാശാലയിൽ നിന്ന് അദ്ദേഹം ബാംഗ്ലൂരിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിലേക്ക് മാറി ഡയറക്ടർ സ്ഥാനമേറ്റു. താനൊരു നല്ല ഗവേഷകനും അധ്യാപകനും മാത്രമല്ല, നല്ല ഭരണാധികാരിയുമെന്ന് അവിടുത്തെ സേവനത്തിലൂടെ രാമൻ തെളിയിച്ചു. കർശനമായ അച്ചടക്കവും സുതാര്യതയും അദ്ദേഹം നടപ്പിലാക്കി. നേരം കൊല്ലികൾ ഇങ്ങോട്ട് വരേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടും തൻ്റെ സഹപ്രവർത്തകൻ നരേന്ദ്രനാഥിൻ്റെയും കൂടെ ചേർന്ന് പ്രകാശകിരണങ്ങൾ അദ്ദേഹം വിശകലനം ചെയ്തു. ഇതിന് രാമൻ നാഥ് സിദ്ധാന്തം എന്നാണ് പേര്. രാമൻ ഇഫക്റ്റ് ഓരോ പദാർത്ഥത്തിൻ്റെയും സവിശേഷ ഗുണമാണെന്ന് പറഞ്ഞല്ലോ. ഇതുപയോഗിച്ച് പദാർത്ഥങ്ങളുടെ ആഭ്യന്തര കണങ്ങളുടെ ഘടന പഠിക്കാനായി വ്യത്യസ്ത ആവൃത്തിയിലുള്ള പ്രകാശകിരണങ്ങൾ, സ്പെക്ട്രം രേഖകൾ, രാമൻ ലെൻസ്, രാമന്റെ രേഖകൾ എന്ന് പേര് തന്നെ വീണു. ഇവ കണ്ടുപിടിച്ച ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിച്ചു. പിന്നീട് സർ CV രാമൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ നിർദ്ദേശകനായി. 1948 അദ്ദേഹം ബാംഗ്ലൂരുവിൽ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. ഇതിന് അദ്ദേഹം സർക്കാരിൽ നിന്ന് ഒരു പൈസയും സ്വീകരിച്ചില്ല. സ്വന്തം വേതനത്തിലെ മിച്ചം, സമ്മാന തുകകൾ, 4 കമ്പനികളിൽ ഡയറക്ടറായിരുന്നതിൻ്റെ ലാഭവിഹിതം എന്നിവയെല്ലാം ഈ ഒരു ഗവേഷണ സ്ഥാപനത്തിനു വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചു. അങ്ങനെ ലോകത്തിനു മുന്നിൽ ഭാരതത്തിൻ്റെ യശസ്സുയർത്തിയ മഹാത്മാവ് 1970 നവംബർ 21 സ്വർഗം പ്രാപിച്ചു. സജ്ജനങ്ങളെ, നമ്മുടെ മഹാത്മാക്കളിൽ പ്രഗത്ഭരും പ്രശസ്തരുമായ അനേകം പേരുണ്ടെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് ഭാരതത്തിന് ആവശ്യമായ കണ്ടുപിടുത്തങ്ങളുടെ ഒരു വലിയ നിരയെ തന്നെ രൂപീകരിച്ച മഹാത്മാവാണ് CV രാമൻ എന്ന വെങ്കട്ടരാമൻ. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സനാതന ധർമ്മപാഠശാല സാഷ്ടാംഗം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.